കൂട്ടുകാരി, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. മഹാബലി തമ്പുരാൻ്റെ ഒരു കഥയായാലോ? കഥയുടെ പേര് മഹാബലിയുടെ കഥ. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൽ. പണ്ട് പണ്ട് മഹാബലി തമ്പുരാൻ നാട് ഭരിച്ചിരുന്ന കാലം. കള്ളവും ചതിയുമില്ലാതെ അക്കാലത്ത് എല്ലാവരും വലിയ സന്തോഷത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. മഹാബലിയെ ആളുകളെല്ലാം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും ദേവന്മാർക്ക് അത്ര ഇഷ്ടമായില്ല. മഹാബലി വലിയ ആളായാൽ അത് തങ്ങൾക്ക് കുറച്ചിലാകുമല്ലോ, ദേവന്മാർ ആലോചിച്ചു. ഒടുവിൽ ദേവന്മാരുടെ അമ്മ അതിഥി മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ടു. മഹാബലിയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം അതിഥി ആവശ്യപ്പെട്ടു. മഹാവിഷ്ണു അത് സമ്മതിച്ചു. മഹാബലി വലിയ ദാനശീലനായിരുന്നു. ചോദിക്കുന്നതെന്തും അദ്ദേഹം ദാനം ചെയ്യുമായിരുന്നു. അതറിയാമായിരുന്ന മഹാവിഷ്ണു വാമനനായി അവതരിച്ചു. എന്നിട്ട് നേരെ മഹാബലിയുടെ യാഗശാലയിലെത്തി. അങ്ങേക്ക് എന്താണ് വേണ്ടത്? മഹാബലി വാമനനോട് തിരക്കി. എനിക്ക് 3 അടി മണ്ണ് തന്നാലും, വാമനൻ ആവശ്യപ്പെട്ടു. മഹാബലി അത് സമ്മതിച്ചു. ഉടനെ വാമനൻ വളർന്ന് വലുതാകാൻ തുടങ്ങി. വാമനൻ ആകാശം മുട്ടെ വലുതായി. എന്നിട്ട് ആദ്യത്തെ ചുവട് കൊണ്ട് ഭൂമി മുഴുവൻ അളന്നു. രണ്ടാമത്തെ ചുവട് വെച്ച് സ്വർഗവും അളന്നു. 3ാമത്തെ ചുവട് വയ്ക്കാൻ സ്ഥലമില്ലാതെ വാമനൻ കാലുയർത്തി നിന്നു. 3 ചുവട് മണ്ണ് കൊടുക്കാമെന്ന് താൻ വാക്ക് കൊടുത്തതാണ്. അത് തെറ്റിക്കാൻ പാടില്ല. മഹാബലി തീരുമാനിച്ചു. 3ാമത്തെ ചുവട് തൻ്റെ തലയിൽ ചവിട്ടിയാലും മഹാബലി പറഞ്ഞു. എന്നിട്ട് സ്വന്തം തല കുനിച്ചു കൊടുത്തു. വാമനൻ മഹാബലിയുടെ തലയിൽ 3ാമത്തെ ചുവട് വെച്ചു. അതോടെ മഹാബലി പാതാളത്തിലെത്തി. വർഷത്തിലൊരിക്കൽ ഭൂമിയിലേക്ക് വരാൻ അദ്ദേഹത്തിന് മഹാവിഷ്ണു അനുവാദം നൽകി, സ്വന്തം പ്രജകളെ കാണാൻ. മഹാബലി തമ്പുരാൻ തൻ്റെ നാട്ടുകാരെ കാണാൻ വരുന്ന ദിവസമാണത്രേ ഓണമായി ആഘോഷിക്കുന്നത്. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.